നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. K.TET, LPUP, HSC തസ്തികകൾക്കു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അല്ലെ. എന്താണ്? അധ്യാപിക തസ്തികകളുടെ എണ്ണം കൂടുന്നു. നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ തസ്തികകളുടെ എണ്ണം കൂടാന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? നിങ്ങൾ എല്ലാവരും ഈ പത്രവാർത്ത കണ്ടിട്ടുണ്ടാകും അല്ലെ. വിദ്യാർത്ഥികൾ കൂടി 6000 അധിക അധ്യാപക തസ്തികകൾക്ക് സാധ്യത. 6000 അധ്യാപക തസ്തികകളാണ് അധിക സാധ്യതയില് ലിസ്റ്റില് വന്നിട്ടുള്ളത്. കേരള സിലബസില് ആകെ 46.61 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അതിൽ തന്നെ 2 മുതൽ 10 ക്ലാസ്സുകളിലായിട്ട് കൂടിയത് 1.19 ലക്ഷം കുട്ടികളാണ്. കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അത് നമുക്കറിയാം, അതിന് ആനുപാതികമായിട്ട് അധ്യാപക തസ്തികകളുടെ എണ്ണവും എന്തെയും കൂടും, അധ്യാപകരും കൂടും. നമുക്ക് കുട്ടികൾക്ക് ഇത്ര കുട്ടികൾക്ക് ഇത്ര അധ്യാപകർ എന്നുള്ള ഒരു അനുപാതം ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണത്. 2 മുതൽ 10 എന്ന് പറയുമ്പോൾ K.TET-ഉം LPUP-യും അതുപോലെ തന്നെ HSC തസ്തികകൾ കൂടി നമ്മൾക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്കെടുപ്പ് പ്രകാരം 6000-ലേറെ പുതിയ അധ്യാപക തസ്തികകൾ വേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടലുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള കണക്ക് പ്രകാരമാണ് കേട്ടോ ഇത്. സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെയാണ് 1 മുതൽ 10 വരെ, 2 മുതൽ അല്ലെങ്കിൽ 10 വരെ, 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളുടെ എണ്ണം എന്തിയാണ്? കൂടുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് തയ്യാറെടുത്താൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. എന്താ പറയാ, അധികമായിട്ട് വേണ്ടി വരുന്ന അധ്യാപക തസ്തികകളുടെ എണ്ണം സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എത്ര എണ്ണമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അത് നിർണ്ണയിക്കാനുള്ള നടപടികളൊക്കെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നടപടികൾ പൂർത്തിയാക്കിയിട്ട് 3 ആഴ്ചക്കകം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. ഈ 3 ആഴ്ചയുടെ ഒരു ഗ്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എണ്ണം കൂടി വരുന്നു, അധ്യാപക തസ്തികകളുടെ എണ്ണം കൂടി വരുന്നു, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നു. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയത്തിന്റെ ആ ഒരു തീവ്രതയും എന്താണ്? കൂടി വരികയാണ്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. തീവ്രമായിട്ടുള്ള പരിശീലനം തന്നെ തുടങ്ങുക. നമ്മൾ നൽകുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകതകളെല്ലാം നിങ്ങൾക്കറിയാം. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിന്റെ ഒരു ഹെൽപ്പ് ഉണ്ട്. കൃത്യമായിട്ട് ചിട്ടയായിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള പഠനമാണ് നമ്മൾ നൽകി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ K.TET-നും LPUP-ക്കും ജനറൽ PSC-ക്കും ഒക്കെ ഉള്ള ക്ലാസ്സുകളിൽ അംഗമാകാനായിട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ PSC സംബന്ധമായിട്ടുള്ള പരീക്ഷാ ഭവൻ, ഇനി നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു, അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതുമായിട്ടുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ലിങ്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നന്ദി.